CPIM 23-ാം പാർട്ടി കോൺഗ്രസിന് ആതിഥ്യം വഹിക്കാൻ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഈറ്റിലും സർവ്വസജ്ജമായി കഴിഞ്ഞു. ഏപ്രിൽ 6-ന് കണ്ണൂരിൽ ആരംഭിക്കുന്ന പാർട്ടി കോൺഗ്രസ് ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. മാസങ്ങൾക്ക് മുമ്പേ കണ്ണൂർ നഗരത്തിന്റെ ചുവരുകളിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണമെത്തി. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഓരോ വേദികളും ചെങ്കൊടികളാൽ നിറഞ്ഞു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയ ചരിത്ര ചിത്ര പ്രദർശനം, അന്താരാഷ്ട്ര പുസ്തകമേള എന്നിവയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുകയാണ്. ഇതിനകം 20-ലേറെ കേന്ദ്രങ്ങളിൽ നടന്ന സെമിനാറുകൾ, യൂത്ത് പ്രൊഫഷണൽ മീറ്റ്, വനിതാ അസംബ്ലി തുടങ്ങിയവയെല്ലാം ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. ആയിരങ്ങൾ പങ്കെടുത്ത റെഡ് ഫ്ലാഗ് ഡേ ചരിത്രമായി. മെഗാ ക്വിസിലും കലാകായിക മത്സരങ്ങളിലും പ്രതിഭകൾ മാറ്റുരച്ചു. പാർട്ടി കോൺഗ്രസിന്റെ വിവിധ വേദികൾക്ക് മൺമറഞ്ഞ നേതാക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിന് EK നായനാർ നഗർ, പൊതുസമ്മേളനം നടക്കുന്നതിന് AKG നഗർ, സെമിനാർ ഹാൾ CH കണാരൻ നഗർ, ചരിത്ര പ്രദർശനം നടക്കുന്ന വേദിക്ക് K വരദരാജൻ നഗർ എന്നും പേരിട്ടു. പുസ്തകോത്സവം നിരുപൻസൻ നഗറിലും മീഡിയ സെന്റർ ചടയൻ ഗോവിന്ദൻ നഗറിലുമായിരിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തും. EK നായനാർ അക്കാദമിയിലെ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം. പൊതുസമ്മേളന നഗറിൽ ഉയർത്താനുള്ള കൊടിമരം കയ്യൂരിൽ നിന്നും പതാക വയലാറിൽ നിന്നും ജാഥകളായി എത്തിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ മാനേജറുമായ കൊടിമര ജാഥ ഏപ്രിൽ 5-ന് രാവിലെ 9-ന് കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു മാനേജറുമായ പതാക ജാഥ ഏപ്രിൽ 5-ന് സമ്മേളന നഗരിയിലെത്തും. പ്രധാന കേന്ദ്രങ്ങളിൽ ജാഥകൾക്ക് സ്വീകരണം നൽകും. 1939-ൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തനത്തിന് തീരുമാനമെടുത്ത രഹസ്യ സമ്മേളനത്തിന് വേദിയായത് പിണറായിയിലെ പാറപ്പുറമാണ്. 8 പതിറ്റാണ്ടിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി കോൺഗ്രസിന് കണ്ണൂർ വേദിയാകുമ്പോൾ പുതിയ ചരിത്രമാകും പിറക്കുക.